ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനാഥും ഫ്രണ്ടും കൂടി സംസാരിക്കുന്നുണ്ട്. ശിവനന്ദയെക്കുറിച്ച് തന്നെയാണ്. ആ കുട്ടി MGK മീഡിയ നടത്തുകയാണ്. ഇപ്പോൾ അവളാണ് വർഷ എയറിലാക്കിയിട്ടുള്ള ആ പെൺകുട്ടി. ഇവളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വർഷയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. വർഷ ഇവളെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്, പക്ഷെ കണ്ടു കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലോ വർഷയുടെ അടുത്ത് ചെല്ലാനായിട്ട് ഇവൾ നമ്മളെ സഹായിക്കും. എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടൊരു ചാൻസ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് വർഷയിലേക്ക് എത്താനായിട്ട്. നമുക്കിതും പിടിച്ച് വർഷയെ എത്താം എന്ന രീതിയിലൊക്കെ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ അബിയെ ഫോൺ ചെയ്തിട്ട് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ശ്രീനാഥ്. ആ സമയത്ത് ചേട്ടൻ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും ഞാനെന്ന് പറയുന്നു. വക്കീൽ ഭയങ്കര സ്പീഡാണല്ലോ, പിന്നെ ഫീസ് എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ, എനിക്ക് ഇന്ന് കോർട്ടിലെ ഫീസ് മാത്രം മതി, വേറൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും എങ്ങോട്ടെങ്കിലും വരുമ്പോൾ 1 മണിക്കൂർ മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാം, അത് ഞാൻ സെറ്റ്. പിന്നെ എന്നാൽ പിന്നെ ശരി, എനിക്ക് ഫോൺ വെക്കട്ടെ എന്ന് പറയുന്നു. എന്താ ഈ ധൃതിയായോ വെക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വേറെ പറയാനുണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേന് വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, എനിക്ക് ശിവനന്ദയെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നുണ്ട്. ശിവനന്ദയോ? MGK മീഡിയ നടത്തുന്ന ശിവനന്ദ, അവളെക്കുറിച്ച് എന്തിനാണ് അറിയുന്നത്? അവളെക്കുറിച്ച് വക്കീൽ കേട്ടിട്ടുണ്ടോ? ചെറുതായിട്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. അവളിലൂടെ എനിക്ക് വർഷയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. വർഷയെ പരിചയമുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നു. ഞാൻ പറ്റുന്നത് പോലെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ശിവ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താടോ, എന്നെക്കുറിച്ച് ആരോ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇനിയും ആലോചിച്ച് പറയാൻ തനിക്ക് എന്നെക്കുറിച്ച് ഇനിയോ എന്താ അറിയാനുള്ളത്? തൻ്റെ മുന്നിൽ ഞാനൊരു തുറന്ന പുസ്തകമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒരാളാണ് എന്നെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തും, തന്നെ ഭയങ്കര ഇഷ്ടമാണ്, തന്നോട് നല്ല ക്രഷാണ് അയാൾക്ക്, അപ്പോൾ തൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും ശിവയ്ക്ക് നല്ല ഡൗട്ടുണ്ട്, അത് സത്യം തന്നെയാണോ? പിന്നെ സത്യമല്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ താൻ ഇതിൻ്റെ പുറകെ പോകാനും നിൽക്കേണ്ട ശിവ എന്ന് പറയുന്നത് വിട്ടുന്നു കേട്ടോ. പിന്നെയാണെങ്കിലോ വർഷയാണെങ്കിലോ നമ്മുടെ ആർച്ചക്കുട്ടിയെ കാര്യം ഓർത്തിട്ട് വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രാഹുൽ അഞ്ജുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. താനൊക്കെ എന്ത് മണ്ടിയാണ്, ശിവയും അബിയും എടുത്ത തീരുമാനമാണ് ശരി. കാരണം ആ കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താകുമായിരിക്കും? നിങ്ങൾക്ക് ആർക്കും ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും വർഷയുടെയും വിവേകിൻ്റെയും ജീവിതത്തിലേക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടി ഇവിടുന്ന് വിഷമിച്ചിട്ടാണ് രാഹുൽ പോയത്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. അത് കുഞ്ഞു ചെടികളെ പോലെയാണ് എല്ലാ കുട്ടികളും. വേറൊരു സ്ഥലത്ത് വെച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് പിടിച്ചോളും. അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. താൻ വിഷമിക്കേണ്ട. പോയിട്ട് വർഷയ്ക്ക് ഫോൺ കൊടുത്ത് ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് രാഹുലിൻ്റെ ഫോൺ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ സംസാരിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിടുന്നു. പിന്നീട് ശിവയും അബിയും അങ്ങോട്ട് വരുന്നുണ്ട്. താൻ എന്താ ഇത്രയും നേരം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, തനിക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വിശപ്പൊന്നുമില്ല, താൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ, എല്ലാം വിട്ടേക്ക്, ഇതെല്ലാനെയാണെന്ന് പറയുന്നു. അബി, ഇങ്ങനെ ക്രൂരമായിട്ട് നീ സംസാരിക്കരുതെന്ന് ശിവ പറയുന്നുണ്ട്. അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് പറയുന്നു. ഞങ്ങളൊക്കെ പോയി കിടക്കാൻ പോവാം, താൻ വന്നേന്ന് പറയുന്നു. 2 ദിവസം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് ഇവള് ഓക്കെ ആയിക്കോളെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പോയി കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഉറക്കം വരുമ്പോൾ വന്ന് കിടന്നോളാം എന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ശിവയ്ക്ക് ആ കോള് വരുന്നുണ്ട് കേട്ടോ. മറ്റൊന്നല്ല, സിസ്റ്റർ വിളിക്കുകയാണ്, ആർച്ചമോൾക്ക് നല്ല പനിയുണ്ട്, ഇന്നലെ അവിടുന്ന് കൊണ്ടുവന്നപ്പോൾ മുതലേ കുട്ടി കരയുവാണ്, അത് കാരണം പനിച്ച് കരഞ്ഞ് കുട്ടിക്ക് പനിയായി, ഫിക്സ് വരുമെന്നൊരു പേടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ആ കുട്ടി വർഷയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ചേച്ചിയെ. അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറ്റുന്ന പോലെ ചെയ്യാമെന്ന് പറയുന്നു. ആ സമയത്ത് ഓടിപ്പോയിട്ട് തന്നെ എല്ലാവരോടും കാര്യം പറഞ്ഞു. ആച്ചമോളെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അവൾക്ക് പനിയാണെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ പോയാലെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ പറഞ്ഞിട്ട് അഞ്ചും പുറപ്പെടുന്നുണ്ട് കേട്ടോ. താനിതെങ്ങോട്ടാണ്, ഇവള് വിവേകം കൂടി പോയിക്കോട്ടെ എന്ന് അബി പറയുന്നുണ്ട്. ഇവൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഒരു കുട്ടി വയ്യാണ്ട് കിടക്കുമ്പോഴാണോ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? കണ്ണിച്ചോരല്ല സംസാരിക്കരുതെന്ന് ശിവയും പറയുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവളുടെ കിളി പോയി കിടക്കുകയാണ്, ഇവൾ എന്തൊക്കെ വാവിട്ട് സംസാരിക്കുന്നുണ്ട്. വിവേകേട്ടൻ വരുന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ടെന്ന രീതിയിലൊക്കെ അഞ്ചും പറഞ്ഞ് അവരുടെ കൂടെ പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളെ വർഷയെ തന്നെ കേട്ടോ. വന്ന് കുട്ടിയെ എടുക്കുന്നുണ്ട്. കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ പനി കുറവുണ്ടല്ലോ. പനി കുറവുണ്ട്, പക്ഷേ എന്നാലും കുട്ടിക്ക് വയ്യ, കുട്ടി തന്നെ അന്വേഷിച്ചുകൊണ്ടേ നടക്കുകയാണെന്ന് പറയുന്നു കേട്ടോ.
ആ സമയത്താണെങ്കിൽ വിവേക് പറയുന്നുണ്ട്, മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പനിയൊക്കെ മാറട്ടെ എന്ന് പറയുന്നു. ഞാൻ എന്തായാലും ഇപ്പോൾ വരാൻ തീരുമാനിച്ചിട്ടില്ല വിവേക്. വിവേക് അഞ്ചു കൂടി തിരിച്ചു പോയിക്കോളൂ. ഇല്ല, മോളുടെ കാര്യം ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ, ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ ഡോക്ടറോടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലികാക്കേനെ അഭിയാണ് കാണിക്കുന്നത്. മല്ലികാക്കേനെ സോപ്പിട്ട് നിർത്തുകയാണ്. അതായത് വസുന്ധരാൻ്റി അവിടുന്ന് എന്തൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തന്നെ അഭിക്ക് അറിയണം എന്നുള്ള മട്ടിലാട്ടോ. കാരണം വസുന്ധരാൻ്റിക്ക് വർഷയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കുഞ്ഞ് വന്നതിന് ശേഷമുള്ളത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ കുഞ്ഞുണ്ടെങ്കിൽ ആ കല്യാണം മുടക്കാമെന്നാണ് മാഡം വിചാരിച്ചത്, പക്ഷെ അതും നടന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. ആ കുഞ്ഞ് തിരുമ്മിപ്പോയപ്പോൾ മാഡത്തിന് ഭയങ്കര സങ്കടമായെന്ന് പറയുന്നു. എപ്പോഴും ഇപ്പോഴും മനസ്സിൽ ശിവയാണ് മാഡത്തിൻ്റെ മനസ്സിൽ മരുമകളായിട്ട് വരണം എന്നുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശിവ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, ഇതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ വിവേകിൻ്റെ വർഷയുടെ കല്യാണം നടന്നില്ലെങ്കിൽ പോലും എൻ്റെ വിവേകിൻ്റെ കല്യാണം നടക്കില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോഴും എന്നോട് ഇങ്ങനെ ചാടുന്നത് മല്ലികാക്ക പറയുന്നുണ്ട്. മല്ലികാക്കയ്ക്ക് എന്തിനിങ്ങനെയൊക്കെ ഏഷ്യന് കൂട്ടുന്നത്? ഞാനല്ല, ഈ അഭിപ്പാപ്പയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാനോ എന്ത് പറഞ്ഞു എന്നാ? കാരണം ഇപ്പം എന്നോട് എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കാൻ പറഞ്ഞത് ഈ അഭിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് അഭി പറയുന്നുണ്ട്. ഇവരായിട്ടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കൂട്ടരാണെന്ന് പറഞ്ഞിട്ട് മല്ലികാക്ക അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നിനക്കിത് എന്താ പറ്റും? നീ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് അല്ലേ? വസുന്ധര ആൻറ്റിക്ക് വർഷയിലൂടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് ഒട്ടും ഇഷ്ടമില്ലെന്നൊക്കെയാണ് മല്ലികാക്ക പറയുന്നത്. പിന്നെ ആ കുട്ടിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. ഇനി അവൾ പനിയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇട്ടിട്ട് വരാൻ വന്നാൽ മതിയെന്നൊന്നും പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പോയ വിവേകും സിസ്റ്ററും അതുപോലെ തന്നെ അഞ്ചും കൂടി അപ്പോൾ ഡോക്ടർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കുട്ടിയെ മെല്ലെ പതിയെ തന്നെ ഓർഫണേജിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. ആ കുട്ടിക്ക് അമ്മയുടെ സ്ഥാനം കണ്ടിരിക്കുകയാണ് വർഷക്കാരനെ. 3 മാസമല്ലേ ആയിട്ടുള്ള അവളുടെ അമ്മ മരിച്ചിട്ട്. അച്ഛനാണെങ്കിൽ എപ്പോഴും കൂടെ ഇല്ല. ആദ്യമായിട്ട് സ്നേഹം തരുന്ന ഒരാളെ കണ്ടപ്പോൾ ആ കുട്ടി അതിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ചേച്ചിയിലുപരി അവളുടെ ഒരു അമ്മയുടെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർഫണേജിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ സ്ഥിരമാക്കാനാണ് നല്ലത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആകെ ക്ഷണിച്ച് പോകുമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഞങ്ങളങ്ങനെ ചെയ്തോളാം, പക്ഷേ കൂടെ നിൽക്കുമ്പോൾ വർഷയ്ക്ക് അവളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടിപ്പോവില്ലേ, അതാണ് എൻ്റെ വീട്ടുകാർക്കൊന്നും അത്ര ഇഷ്ടമല്ല മാഡം എന്ന് പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല, അവൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന കുട്ടിയല്ലേ, മനസ്സിലാവും, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ 5 വേഗം പോയിട്ട് ആ സന്തോഷ വാർത്ത വർഷയെ അറിയിക്കുന്ന. എനിക്ക് സന്തോഷ വാർത്ത ഉണ്ടല്ലോ, മോളെ പനിയൊക്കെ മാറി ഓക്കെ ആവുന്നവരെ തൻ്റെ കൂടെ നിർത്താനാണ് ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഓർഫണേജിലേക്ക് പതിയെ മാറ്റിയാൽ മതി എന്ന് പറയുന്നു. അപ്പോഴും നമുക്ക് പിരിയണമല്ലേ എന്ന് പറയുന്നു. അത് വേണ്ടിടോ, ഇപ്പോൾ സന്തോഷമായില്ലേ, എന്നാലും ഇവൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് സന്തോഷത്തോട് നിൽക്കട്ടോ നമ്മുടെ വർഷ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.